ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്കിലെ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. കാരണം റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിച്ചു. പിന്നെ ഇലക്ഷൻ 2024 ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് എന്തായാലും നമുക്ക് അത് സംബന്ധമായിട്ടും ഒക്കെ പഠിക്കാനുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് NCERT പഠിക്കുമ്പോൾ NCERT ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കുണ്ട്, തുല്യതാ ടെക്സ്റ്റ് ബുക്കുണ്ട്, നമുക്ക് ലിറ്ററസി മിഷൻ്റെ തുല്യതാ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് തുല്യതാ ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വായിക്കുകയാണെങ്കിൽ. NCERT ആകുമ്പോൾ ഡിസ്കഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടെ ലെങ്തിയാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടെ രണ്ടും റെഫർ ചെയ്തിട്ട് രണ്ടിലത്തെയും പോയിന്റ്സ് നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യും. കുറച്ചും കൂടി ഈസി ഇതായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, ഈ ഒരു ചാപ്റ്റർ ഇതിനോടനുബന്ധിച്ച് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് കറൻ്റ്ലി നാഷണൽ പാർട്ടീസിനെ കുറിച്ച്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് അടക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്നത്തെയും പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമുകൾക്ക് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. സോ ചാപ്റ്റർ 3 തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. അപ്പോൾ അതിൽ ആദ്യം ഇൻട്രോ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുന്നത് നമ്മുടെ രാജ്യത്താണ്. അപ്പോൾ എന്താണ് ഈ ജനാധിപത്യ പ്രക്രിയ? ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ് അല്ലേ. തെരഞ്ഞെടുപ്പ് ജനങ്ങളാൽ തന്നെ നടക്കുന്നതാണ് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ, സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, കമ്മീഷൻ, ചുമതലകൾ എന്നിവയെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. അപ്പോൾ ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്ക് പങ്കുള്ള ഭരണമെന്നാണ് ഏറ്റവും ലളിതമായിട്ട് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഡയറക്റ്റ്ലി ഇലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഭരണാധികാരെ തിരഞ്ഞെടുക്കുന്നത്. ഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. പ്രത്യക്ഷമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് പരോക്ഷമായിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ പങ്കാളികളാവുന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പുണ്ട്. എന്തായാലും ജനങ്ങൾ പങ്കുണ്ട് അല്ലേ. ജനാധിപത്യം എന്നാൽ മറ്റേന്ന് പറയുമ്പോൾ ഇപ്പോൾ രാജഭരണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാജാവ്, പിന്നെ അവരുടെ അനന്തരാവകാശി അല്ലേ, മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ എങ്ങനെയാണോ സിസ്റ്റം, ആ ഒരു രീതിയിലൊക്കെയാണ് രാജഭരണം ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമാണ് ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. സോ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത് അവരിലൂടെ ഭരണം നടത്തുന്ന രീതിയാണ് ആധുനിക ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. സോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നതിനാൽ ഇതിനെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്നും വിളിക്കാം. ഇനി നമുക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലോട്ട് വരാം. അപ്പോൾ ഇതിലെ ചില പോയിന്റ്സ് നമ്മൾ NCERT ട്രെൻഡിങ് ടോപ്പിക്സിലൂടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ കുറച്ചും കൂടെ ആധികാരികമായിട്ടും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും ഈ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലല്ല, ലോകത്തെ എവിടെ ആയാലും ഈ ജനാധിപത്യ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പല രീതിയിലാണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് രീതികൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ നമ്മളിനി 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതികളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്ന് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി, മറ്റേത് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി. പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇലക്ഷൻസ് ആണല്ലേ. അപ്പോൾ നമുക്കറിയാം ലോക്സഭയിലേക്ക് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ട് ജയിക്കുന്ന ആ സ്ഥാനാർത്ഥിയാണ് പിന്നീട് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ലോക്സഭ സീറ്റിലേക്ക് ഇരിക്കുന്നത് അല്ലേ. നമുക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളൊരു രീതിയാണ് അല്ലേ. നമ്മളാണ് ഡയറക്റ്റ് ആ ഒരു വ്യക്തിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതേ കേസ് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്ക് ആയാലും നമ്മൾ ഓരോ MLA-മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് വോട്ട് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് എന്തറിയപ്പെടുന്നത്, ഡയറക്റ്റ് ഇലക്ഷൻസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ തന്നെ രാജ്യസഭാ മെമ്പേഴ്സൊക്കെ ഉണ്ട് അല്ലേ. ഇവരൊക്കെ എങ്ങനെയാണ്? പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആണ്. അതായത് നമ്മളാണോ രാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ തിരഞ്ഞെടുത്ത
അല്ലാത്ത വ്യക്തികൾ അവരാണ് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രാഷ്ട്രപതിയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട്, രാഷ്ട്രപതി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ ആരൊക്കെയാണുള്ളത്? പാർലമെൻറ്റിലെ ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സും. കാരണം പാർലമെൻറ്റിൽ നമുക്കറിയാം നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട് അല്ലേ. ഇപ്പോൾ രാജ്യസഭയിലൊക്കെ ആണെങ്കിൽ 12 അംഗങ്ങളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റും സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ പ്രതിനിധികളും ചേർന്നിട്ടാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളാണ് അവിടെ വോട്ട് ചെയ്യുന്നത് അല്ല, നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അപ്പോൾ ആ രീതിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാംഗങ്ങൾ എന്നിവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പരോക്ഷ രീതി. അപ്പോൾ 2 തരത്തിലുള്ള രീതി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഒന്ന് ഡയറക്റ്റും ഒന്ന് ഇൻഡയറക്റ്റും. ഒന്നിന് എക്സാമ്പിളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡയറക്റ്റ് എലക്ട് ചെയ്തത് ലോക്സഭ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയൊക്കെയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് വരുന്നത്. പരോക്ഷ രീതിയിൽ വരുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാംഗങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിലൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ ഈസിയാണ്, പക്ഷേ ആദ്യമായിട്ടൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രീതികളെയൊക്കെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു പലതരത്തിൽ ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലായാലും തെരഞ്ഞെടുപ്പ് ജനാധിപത്യം തന്നെയായാലും അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യ ഏത് രീതിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം അഥവാ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് എന്തിനു വേണ്ടിയിട്ട് നിലനിൽക്കുന്നത്? ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ ഒരു ഇലക്ഷൻ്റെ പ്രത്യേകത? അപ്പോൾ നമ്മൾ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ തന്നെ എടുക്കുക. അപ്പോൾ നമുക്കറിയാം രാജ്യം മുഴുവൻ 543 നിയോജക മണ്ഡലങ്ങളാക്കി ആക്കിയിട്ടാണ് വിഭജിച്ചേക്കാണത് അല്ലേ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ റിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പം 20 സീറ്റുകളാണ് കേരളത്തിലെ ലോക്സഭയിൽ വേണ്ടിയിട്ടുള്ള മണ്ഡലങ്ങളായിട്ടുള്ളത്. കേരളത്തിൽ അതുപോലെ ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്തിനാണ്? ഉത്തർപ്രദേശിനൊക്കെയാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ അപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ഇലക്ഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി 3 സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. നമ്മുടെ ഒരു മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥിയാണ്, അവിടെ ആകെ 100 വോട്ടേഴ്സാണ് ഉള്ളതെന്ന് വിചാരിക്കുക. എളുപ്പത്തിനുള്ളൊരു നമ്പർ പറയുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് അവിടെ 50 വോട്ട് കിട്ടി, ഒരാൾക്ക് അവിടെ 49 വോട്ട് കിട്ടി, ഒരാൾക്ക് അവിടെ 1 വോട്ട് കിട്ടി. അപ്പോൾ ഇവിടെ ജയിക്കുന്നത് ആരാണ്? 50 കിട്ടിയ ആൾ ജയിച്ചു. അതായത് ഒരു നമ്പറിന് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ആ ആൾ ജയിച്ചു. 50 കിട്ടിയ ആൾ ജയിച്ചു. 49 കിട്ടിയ ആൾ 49 അയാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഒരൊറ്റ വിന്നറേ ഉള്ളൂ. 49 വോട്ടും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ അതവിടെ വേസ്റ്റായി പോവാണ് ഉണ്ടായത്. അപ്പോൾ ഒറ്റ ഇതിന് ആരാണോ ജയിക്കുന്നത് അങ്ങനെയുള്ള ആൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് ആർക്കാണോ അയാൾ ജയിക്കുന്ന ഒരു രീതിയാണ് ഈ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി വിജയിയായി പ്രഖ്യാപിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയാണത്. കുറച്ചും കൂടെ ഈസിയാണ്. ഇതാണ് ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾ ജയിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നതാണ് അത്ര അധികം വോട്ട് കിട്ടിയാലും ഇപ്പോൾ 50 വോട്ട് കിട്ടിയ ആൾ ജയിച്ചു, 49 വോട്ട് തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ടോട്ടൽ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും പേഴ്സൻറ്റേജ് ഒക്കെ ഒരുപാട് കിട്ടി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആൾക്ക് ആ ഒരു ആൾക്കോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കോ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഒരു വിന്നർ ആവാനായിട്ട് പറ്റുന്നില്ല. സോ ഈ ഒരു പരാജിതരായ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടുകളെല്ലാം പാഴായി പോകുന്നു എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഈ കേവല ഭൂരിപക്ഷ ഒരു സിസ്റ്റത്തിന് ഉണ്ട് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. വളരെ സിമ്പിളാണ്, മനസ്സിലായല്ലോ. സോ ഇനി ആനുപാതിക പ്രാതിനിധ്യം എന്താണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ലോക്സഭ ഇലക്ഷനെ കുറിച്ചിട്ടാണ് അല്ലേ. ഇനി രാജ്യസഭ ഇലക്ഷനിലാണെങ്കിൽ ഏത് രീതിയാണ്? അവിടെയാണ് ആനുപാതിക പ്രാതിനിധ്യം. അപ്പോൾ ഈ ആനുപാതിക പ്രാതിനിധ്യം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സോ ഈ ഒരു ആനുപാതിക പ്രാതിനിധ്യം എന്നൊരു രീതി തുടക്കത്തിൽ ഇത് ആവിഷ്കരിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ
എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു രാജ്യത്തിലെ ന്യൂനപക്ഷത്തിന് ഈ വ്യവസ്ഥ പ്രകാരം വേണ്ട വിധത്തിൽ പ്രാതിനിധ്യം ലഭിക്കുകയില്ല. അതിനാൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ആനുപാതിക പ്രാതിനിധ്യം വ്യവസ്ഥ ആവിഷ്കരിക്കുന്നത്. ഓക്കെ, നിയമനിർമ്മാണ സഭയിൽ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കുന്ന വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യം. ഇസ്രായേൽ, നെതർലാൻഡ്, അർജന്റീന, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ ഉപയോഗിച്ചാണ്. അപ്പോൾ എക്സാമ്പിളിൽ മേ ബി ചോദിക്കാം ഏതൊക്കെ രാജ്യങ്ങളാണ് ആനുപാതിക പ്രാതിനിധ്യം എന്ന വ്യവസ്ഥ ആവിഷ്കരിച്ചിരിക്കുന്നത്. സോ ഇസ്രായേൽ, നെതർലാൻഡ്, അർജന്റീന, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ ഒരു വ്യവസ്ഥ പ്രകാരമാണ്. ഇന്ത്യയിലാണെങ്കിൽ എവിടെയാണ് രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളെ ഈ ഒരു മെത്തേഡിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വ്യവസ്ഥ പ്രകാരം രാജ്യങ്ങളെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. നമ്മൾ എക്സാമ്പിൾ കേവലം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക? ലോക്സഭ ഇലക്ഷൻ ആലോചിക്കുക. അപ്പോൾ മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ വോട്ട് ചെയ്യുന്നു. ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം, തിരിച്ചും സംഭവിക്കാം. അതായത് ഒരു പാർട്ടിക്ക് ഒരുപാട് പേഴ്സൻറ്റേജ് കിട്ടി അല്ലെങ്കിൽ കുറച്ച് പേഴ്സൻറ്റേജ് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൊന്നുമല്ല കാര്യം, ഒരാൾ ഒറ്റ വോട്ടുണ്ടെങ്കിൽ ഒറ്റ വോട്ടിന് ആര് ജയിക്കുന്നോ അവരവിടെ ജയിക്കുകയാണ്, അപ്പോൾ സീറ്റ് ലഭിക്കാം. സോ അങ്ങനെ ഒരു കണ്ടീഷനാണ് അല്ലേ. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അതായത് ഇപ്പോൾ 100 പേരാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് ഇപ്പം എക്സാമ്പിൾ 30 വോട്ടാണ് കിട്ടിയേക്കുന്നത്, ഒരാൾക്ക് കിട്ടിയത് 20 വോട്ടാണ്, കുറേ വോട്ട് നോട്ടയായിപ്പോയി, അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം 50% വോട്ട് വേണമെന്നില്ല. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാണ്? 30 വോട്ടാണ്. അപ്പോൾ അയാൾ ജയിക്കും. അപ്പോൾ ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണം എന്നുള്ള നിബന്ധനയൊന്നും ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലില്ല. ഇന്ത്യ, ബ്രിട്ടൻ, അപ്പോൾ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ ഒരു വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഈ വ്യവസ്ഥ പ്രകാരം ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ പ്രദേശം തന്നെ നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു. അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ ഒരു നിയോജക മണ്ഡലം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജ്യത്ത് മൊത്തം 100 സീറ്റാണെന്ന് വിചാരിക്കുക. മൊത്തത്തിൽ വോട്ട് നടത്തിയിട്ട് 50% പോൾ ചെയ്തു, അല്ലെങ്കിൽ 50% ഒരു പാർട്ടിക്ക് കിട്ടിയെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള, അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള സീറ്റ് ആ പാർട്ടിക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ള രീതി, രാജ്യം മൊത്തം ഒരു നിയോജക മണ്ഡലം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. 3 അതിൽ കൂടുതലോ പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. സമ്മതി നായകർ, രാഷ്ട്രീയ കക്ഷി, ആ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതിക സീറ്റ് ലഭിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടും ലഭിക്കും. സോ ഭൂരിപക്ഷം വോട്ടും ലഭിക്കും എന്നുള്ളത് ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നു. ഇസ്രായേൽ, നെതർലാൻഡ് എന്നിവിടങ്ങളിൽ ഈ ഒരു വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഹെയർ വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. അതായത് ആനുപാതിക പ്രാതിനിധ്യം നമ്മൾ പറഞ്ഞു പല രീതിയിലുണ്ട് ഓരോ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലേ. സോ അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഈ ഹെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് എക്സാമിൽ ചോദിച്ചൊരു ടോപ്പിക്കും കൂടിയാണ് ഈ ഹെയർ സിസ്റ്റം. ഹെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എലക്ഷൻ. അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് ഹെയർ സിസ്റ്റം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ ഒരു മെത്തേഡാണ് ഹെയർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ തരാം. അങ്ങനെയല്ല അല്ലേ. അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയ്ക്കാണ് പല രീതികളുള്ളത്. അതിൻ്റെ ഒരു രീതിയാണ് ഹെയർ സിസ്റ്റം. ഹെയർ വ്യവസ്ഥ ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയറിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആയതുകൊണ്ട് പഠിക്കാൻ ഈസിയാണ്. തോമസ് ഹെയറിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1851 മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയിൽ തോമസ് ഹെയർ ഈ വ്യവസ്ഥ നിർദ്ദേശിച്ചു. ഓക്കെ, അപ്പോൾ നിർദ്ദേശിച്ചത് ഏത്? 1851 മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയിലാണ്. പിന്നീട് ദ എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന കൃതിയിൽ ഈ വ്യവസ്ഥയെ വികസിപ്പിച്ചു. സോ ഈ ഒരു വ്യവസ്ഥയെ ഏക കൈമാറ്റ വോട്ട് സിസ്റ്റം, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്നും വിളിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ രാജ്യസഭയിലൊക്കെ ഈ ഒരു റെപ്രസെൻറ്റേഷനാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ രാജ്യസഭ മെമ്പേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതിൽ വോട്ടർ മുൻഗണനകൾ രേഖപ്പെടുത്തുന്നതിനാൽ ഈ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ എന്നും വിളിക്കുന്നു. സോ ഈ ഒരു ഇതിൻ്റെ ഏക കൈമാറ്റ വോട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്, മുൻഗണനാ വ്യവസ്ഥ എന്ന് വിളിക്കുന്നതൊക്കെ ഏത് സിസ്റ്റമാണ്? ഹെയർ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഈ വ്യവസ്ഥയുടെ 4 സവിശേഷതകളായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങളാണ്
ബഹുഅംഗ നിയോജക മണ്ഡലം, ആനുപാതികമായ പങ്ക്, ഒരു ഫലപ്രദമായ വോട്ട്, മുൻഗണനകൾ രേഖപ്പെടുത്തൽ, വോട്ടുകൾ കൈമാറ്റം ചെയ്യൽ. ഈ വ്യവസ്ഥ അയർലൻഡ്, സൗത്ത് ആഫ്രിക്ക, കാനഡ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നു. എവിടേക്കാണ്? അയർലൻഡ്, സൗത്ത് ആഫ്രിക്ക, കാനഡ എന്നിവിടങ്ങളിലൊക്കെ ഈ ഹയർ സിസ്റ്റമാണ്. എന്തൊക്കെയാണ് അവിടെ പ്രത്യേകതകളായിട്ട് പറയുന്നത്? ബഹുഅംഗ നിയോജക മണ്ഡലം, ആനുപാതികമായ പങ്ക്, ആനുപാതിക റെപ്രസെൻറ്റേഷൻ ആണല്ലോ, ഒരു ഫലപ്രദമായ വോട്ട്. വോട്ട് ഇവിടെ നമ്മൾക്ക് വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ പറഞ്ഞല്ലേ, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ല, ഫസ്റ്റ് പാസ്റ്റ് ആണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾ ജയിക്കുന്നു, അതിന് തൊട്ടടുത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആ വോട്ടൊക്കെ അവിടെ വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഇവിടെ ഫലപ്രദമായ വോട്ട്, മുൻഗണനകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് എക്സാമ്പിൾ നോക്കാം. വോട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടൽ, വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഹെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ലിസ്റ്റ് വ്യവസ്ഥ. ലിസ്റ്റ് വ്യവസ്ഥയാണ് ഈ ആനുപാതിക പ്രാതിനിധ്യത്തിൽ മറ്റൊരു വ്യവസ്ഥ. അപ്പോൾ ഒന്ന് ഹെയർ സിസ്റ്റം, രണ്ടാമത്തേത് ലിസ്റ്റ് വ്യവസ്ഥ. അപ്പോൾ മറ്റൊരു രീതിയാണ് ഈ ലിസ്റ്റ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥയ്ക്ക് ബഹുഅംഗ നിയോജക മണ്ഡലം അനിവാര്യമാണ്. ലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് ബഹുഅംഗ നിയോജക മണ്ഡലം അനിവാര്യമാണ്. ലിസ്റ്റ് വ്യവസ്ഥ പ്രകാരം ഓരോ പാർട്ടിയും ഒരു മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന് തുല്യമായ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഓരോ വോട്ടറും രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാക്കിയ ലിസ്റ്റിനാണ് വോട്ട് നൽകുന്നത്. ഓക്കെ, മറ്റേത് നമ്മളൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് നോക്കിയാണ് വോട്ട് കൊടുക്കുക അല്ലേ, ഇതാ ലിസ്റ്റിനാണ് വോട്ട് നൽകുന്നത്. ലിസ്റ്റുകൾ നേടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് സീറ്റ് ലഭിക്കുന്നു. ഓക്കെ, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം എന്നീ രാജ്യങ്ങളിൽ ഈ വ്യവസ്ഥ പിന്തുടരുന്നു. പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പാർട്ടിക്ക്, കാരണം നമ്മളിവിടെ വോട്ട് ചെയ്യണത് പ്രതിനിധികൾക്കല്ല. ഓക്കെ, ലിസ്റ്റിനാണ് വോട്ട് ചെയ്യുന്നത്, എന്നിട്ട് അതിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡ്, ബെൽജിയം എക്സാമ്പിൾ ഓരോന്നിൻ്റെയും കൺസെപ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാം. പേരിൽ തന്നെ ഉള്ളതുകൊണ്ട് ആദ്യമായിട്ട് കൺഫ്യൂഷൻ വരാനില്ല. ലിസ്റ്റ് വ്യവസ്ഥയും ഹെയർ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ, ഹെയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം, മുൻഗണനാ വ്യവസ്ഥ, ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്റ്റാറ്റിക് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് 1851 മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയിൽ തോമസ് ഹെയർ ഇത് നിർദ്ദേശിക്കുന്നത്, വികസിപ്പിക്കുന്നത് ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്നൊരു ബുക്കിലാണ്. എക്സാമ്പിൾസ് അയർലൻഡ്, സൗത്ത് ആഫ്രിക്ക, കാനഡ എന്നിവിടങ്ങളിലാണ് ഹെയർ സിസ്റ്റം. ലിസ്റ്റ് വ്യവസ്ഥയാണെങ്കിൽ സ്വിറ്റ്സർലൻഡ്, ബെൽജിയം പോലുള്ള രാജ്യങ്ങളിലാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലോട്ട് വരാം. ഇന്ത്യയിൽ രാജ്യസഭാംഗങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ നിയന്ത്രിതമായ തോതിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ രൂപമായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് നാം പിന്തുടരുന്നത്. ഓക്കെ, അപ്പം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏത് രീതിയിലാണ് ചോദിച്ചത്? ഏതാണ്? ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് പിന്തുടരുന്നത്. അതെന്താണ് ആ ഒരു സിസ്റ്റം? എന്തുകൊണ്ടാണ് ഈ കൈമാറ്റ വോട്ട് വ്യവസ്ഥ, ഏക വോട്ട് വ്യവസ്ഥ എന്ന് പേര് വെച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ കൈമാറ്റം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വോട്ടാണ്. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ രാജ്യസഭയത്തെ ഇലക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്സഭയുടെ പോലെയല്ല. അപ്പോൾ രാജ്യസഭയത്തെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ തിരഞ്ഞെടുത്ത MLA-മാരുണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്കൊക്കെ MLA-മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവരാണ് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് രാജ്യസഭയിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ആ കാര്യം അറിയാലോ. 12 പേര് അങ്ങനെയല്ല, 12 പേര് രാജ്യസഭയിൽ നോമിനേറ്റഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെ ഒരുപാട് പേര് രാജ്യസഭയിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? PT ഉഷ നമുക്കറിയാം നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ എക്സ്പേർട്സിനെ രാജ്യസഭയിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും. അപ്പോൾ ആ സിസ്റ്റം ജസ്റ്റ് ഒരു എക്സാമ്പിൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് രാജ്യസഭയിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഡിസേർവിംഗ് ആയിട്ട് ഒരു 3 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വിചാരിക്കുക. ഓക്കെ, 3 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ MLA-മാരാണ് തിരഞ്ഞെടുക്കുക. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ഈ MLA-മാർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഒരു ഫോമാറ്റ് ഉണ്ടാവും. നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ ഒറ്റൊരാൾക്കാണ് അല്ലേ? ഒറ്റൊരാൾക്ക് വോട്ട് കിട്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ പോരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്താണല്ലോ എല്ലാവരും. സോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ എന്തായാലും രാഷ്ട്രീയക്കാരെ എടുക്കേണ്ട, കാരണം രാഷ്ട്രീയ ചർച്ചകളല്ല, നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ എടുക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ സിനിമാ നടന്മാരാണെന്ന് വിചാരിക്കാം. നമുക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, പൃഥ്വിരാജ്, 4 പേരെ ചുമ്മാ എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇങ്ങനെ 4 പേരെടുക്കാം. അപ്പം ഈ
ഈ 4 പേരിൽ നിന്ന് 3 പേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, 3 പേരാണ് ഡിസേർവിംഗ് ആയിട്ട് രാജ്യസഭയിലേക്ക് നമുക്ക് അയക്കാനുള്ളത്. അപ്പോൾ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഇങ്ങനെ പ്രിഫറൻസ് ഉണ്ടാവും. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പ്രിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ പ്രിഫറൻസിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കിപ്പം എക്സാമ്പിളിന് വേണ്ടിയിട്ട് മമ്മൂട്ടീനെ ചൂസ് ചെയ്യാം. അപ്പം മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് ഒന്നും വേണ്ട, നമ്മൾ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. സോ മമ്മൂട്ടീനെയാണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം മമ്മൂട്ടിയുടെ പേര് കൊടുക്കാം. രണ്ടാമത് പ്രിഫറൻസ് നൽകാൻ മോഹൻലാലാണെന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ടാമത് മോഹൻലാൽ കൊടുക്കുക, മൂന്നാമത് ജയറാം കൊടുക്കുക, നാലാമത് പൃഥ്വിരാജ് കൊടുക്കാം. എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രിഫറൻസ് കൊടുക്കുന്നത്? നമ്മൾ ലോക്സഭയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും എന്താണ് ഇത് FTPയും ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്ക്, ഭൂരിപക്ഷ വോട്ട് ലഭിക്കണം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. സോ ഈ ഭൂരിപക്ഷം, ഈ കോട്ട എന്നുള്ളതൊക്കെ ഓരോ രാജ്യങ്ങളും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. കോമൺ ആയിട്ട് എന്തായാലും ഭൂരിപക്ഷ വോട്ട് ലഭിക്കും എന്നുള്ളതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ പ്രത്യേകത. ഇവിടെ അങ്ങനെയില്ല. ഒറ്റ വോട്ടിന് ജയിച്ചാലും ആ ജയിച്ചു എന്നുള്ളത് ബാക്കി എല്ലാവർക്കും കിട്ടിയത് ഫുൾ നോട്ടയായി എന്ന് വിചാരിക്കുക. ഒരു വോട്ട് കിട്ടി ഒരു സ്ഥാനാർത്ഥി, അങ്ങനെ ആയാലും ഇവിടെ ജയം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, ഒരു കോട്ടയുണ്ട്. നമ്മുടെ രാജ്യസഭയിൽ വേണ്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ഒരു കോട്ടയുണ്ട്. ഈ ഒരു നിശ്ചിത വോട്ട് കിട്ടിയാൽ മാത്രമാണ് അയാൾ എന്തിന് എലിജിബിൾ ആവുള്ളൂ, രാജ്യസഭയിലേക്ക് എലിജിബിൾ ആവുള്ളൂ. അങ്ങനെ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ ഇക്വേഷനാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പം ഈ കോട്ട നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് കിട്ടേണ്ട വോട്ടുകളുടെ എണ്ണം 40 വിചാരിക്കുക. 40 വോട്ടുകൾ കിട്ടിയാലാണ് അയാൾ രാജ്യസഭയ്ക്ക് എലിജിബിൾ ആവുക. അങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ മമ്മൂട്ടിക്ക് ഇവിടെ 50 വോട്ട് കിട്ടി. മോഹൻലാലിന് ഇവിടെ കിട്ടിയത് 35 വോട്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെ തൊട്ട് താഴെ അങ്ങനെയുള്ള ഒരു ഓർഡറാണെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്കിവിടെ 3 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കണം. ഓക്കെ, രാജ്യസഭയ്ക്ക് വേണ്ടിയിട്ട് 3 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കണം. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് ആണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രിഫറൻസിനെ കൗണ്ട് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ പ്രിഫറൻസ് എത്ര പേർക്ക് മോഹൻലാൽ വന്നിട്ടുണ്ട്, ജയിച്ച എക്സ്ട്രാ ഉള്ള ആളുകളുടെ നിന്ന്, അതായത് 10 പേരുടെ വോട്ട് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. 40 മതി, കോട്ട മതി, അതിൽ നിന്ന് 10 പേർക്ക് മമ്മൂട്ടിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 10 പേരിൽ നിന്നും അവരുടെ സെക്കൻഡ് പ്രിഫറൻസ് നോക്കും. സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാണോ, മോഹൻലാലാണെങ്കിൽ മോഹൻലാൽ, ജയറാമോ, പൃഥ്വിരാജോ, എന്നിട്ട് അവർക്കത് വീതിച്ചു കൊടുക്കും. 40 ആവുന്നത് വരെ, കാരണം നമുക്ക് എന്തായാലും 3 പേരെ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ 40 ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ രാജ്യസഭയത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇന്ത്യ ലോക്സഭയിലേക്ക് ഇങ്ങനൊരു സിസ്റ്റം സ്വീകരിക്കാത്തത്. കാരണം ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യമാണല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്. ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ഒന്നാമത് ഞാനൊരു ട്രോൾ എവിടെയാണ് കണ്ടത്, നമ്മളിപ്പം MLA-മാരാണ് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലേ ഇങ്ങനെയുള്ള ഒരു ഇലക്ഷനിൽ. MLA-മാർക്ക് തന്നെ ഇതിനെക്കുറിച്ച് അവരെന്നെ അത് പഠിച്ചിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ അല്ലേ. സോ അപ്പോൾ ഈ ജനങ്ങളെ, സാധാരണ എല്ലാ ജനങ്ങൾക്കും ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ളത്, ഒരാൾക്ക് കുത്തിയിട്ട് വരുമ്പോൾ തന്നെ മിസ്റ്റേക്ക് വരുത്തുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്ത്യ ഫുൾ കൺസിഡർ ചെയ്യുമ്പോൾ. അങ്ങനെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിയുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു ഭൂരിപക്ഷ സമ്പ്രദായം അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം നമ്മുടെ ലോക്സഭ ഇലക്ഷനും നിയമസഭ ഇലക്ഷനൊക്കെ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രാജ്യസഭയിൽ ഇങ്ങനെയാണ് ആനുപാതികമായിട്ടുള്ളൊരു കോട്ട ലഭിച്ചിരിക്കണം. അപ്പോൾ ഈ കോട്ട എത്രയാണ്, ഈ ഒരു നമ്പർ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ. മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം +1 ഈ ഒരു ഇക്വേഷനാണ് കോട്ട എത്ര എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 140 പേരാണല്ലേ നമ്മുടെ MLA-മാരായിട്ടുള്ളത്. അപ്പോൾ 140 പേര് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 140 പേരാണ് മൊത്തം വോട്ടുകൾ പോൾ ചെയ്തേക്കണേന്ന് വിചാരിക്കുക. സോ 140 ഡിവൈഡഡ് ബൈ എത്ര പേരെ നമുക്ക് തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞത്? 3 പേരെ. 3+1 പിന്നെ +1 അങ്ങനെ ഒരു ഇക്വേഷനാണ്. ഓരോ സ്റ്റേറ്റിനനുസരിച്ച് അവർ പ്രസൻ്റ് ആയ
അങ്ങനെയൊക്കെ അനുസരിച്ചിട്ട് ആ ഒരു കോട്ടയിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും നിയമസഭയിൽ തങ്ങൾക്കു സംഖ്യാബലത്തിന് ആനുപാതികമായി ആളുകളെ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത്? ഈ വ്യവസ്ഥ വളരെ സിമ്പിളാണ്. നമ്മൾ ചുമ്മാ പോയിട്ട് ഒരാൾക്ക് വോട്ട് ചെയ്തിട്ട് വരിക, ഒരാളും താല്പര്യമില്ലെങ്കിൽ നോട്ടയ്ക്ക് കുത്തിയിട്ട് വരിക. ഇന്ത്യയെ പോലെ വളരെ വലിയ രാജ്യത്തിന് ഈ വ്യവസ്ഥയാണ് അനുയോജ്യം. ഈ വ്യവസ്ഥയിൽ വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ, ഇത് പിന്നെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുക, തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും. ഉറച്ച ഗവൺമെൻറ്റുകളുടെ രൂപീകരണത്തിന് സഹായകമാണ്. വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു വോട്ട് സിസ്റ്റം, ഫസ്റ്റ് പാസ്റ്റ് ദി വോട്ട് സിസ്റ്റം എന്നുള്ളൊരു വോട്ട് സിസ്റ്റം സ്വീകരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം, നിയോജക മണ്ഡലങ്ങളുടെ സംവരണം. അപ്പോൾ റീസെൻ്റ്ലി PSC എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്, നിയോജക മണ്ഡലങ്ങളുടെ സംവരണത്തെക്കുറിച്ച്. ഓക്കെ, സോ കേവല ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിക്കുക. നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ട് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. സോ ഇവർക്ക് വേണ്ടി പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംവരണം ഏർപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 106ാമത്തെ അമെൻമെൻറ്റ് വുമൻ റിസർവേഷൻ ബില്ലാണ് അല്ലേ, ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലേക്കൊക്കെയുള്ള വുമൻ റിസർവേഷനെ കുറിച്ച് പറയുന്ന ഒരു നിയമമാണ് 106ാം അമെൻമെൻറ്റ് വഴി വന്ന നിയമം. ആ നിയമം എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ നിർബന്ധമായിട്ടും കണ്ടു നോക്കണം. സോ ഇനി പട്ടികജാതി പട്ടിക വിഭാഗ വർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭയിൽ 543 സീറ്റുകളുള്ള ലോക്സഭയിൽ ഈ നമ്പറിൽ വ്യത്യാസമുണ്ട്. സോ ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ 84 47 84 സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ആൻഡ് 47 സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഓക്കെ, അപ്പോൾ അത് തിരുത്തി പഠിക്കുക. സോ ഇനി ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളാണ് സംവരണം ചെയ്യേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുക? നമുക്കറിയാം, ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. സോ ഇത് തീരുമാനമെടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ? അല്ല, ഇത് തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ ആണ്, അഥവാ ഡിലിമിറ്റേഷൻ കമ്മീഷൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് ഈ അതിർത്തി നിർണയ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും നൽകിയ സംവരണം മറ്റു ദുർബല വിഭാഗക്കാർക്ക് അനുവദിക്കുന്നില്ല. ലോക്സഭയിലേക്കും സ്ത്രീകൾക്ക് സംവരണം വേണമെന്ന് പിൽക്കാലത്ത് സമൂഹത്തിലെ നാനാഭാഗത്തു നിന്നും ആവശ്യമുയർന്നെങ്കിലും നടപ്പിലായിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിലെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടത് നമ്മളാണ്. ഈ സ്ത്രീകളുടെ റിസർവേഷൻ 2024 ഇപ്പം നടക്കുന്ന ഇലക്ഷനിൽ പ്രാവർത്തികമായിട്ടില്ല. കാരണം സെൻസസ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മണ്ഡലങ്ങൾ, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വുമൻ റിസർവേഷൻ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് 2011 സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. അടുത്ത ഇനിയുള്ള റീസെൻ്റ്ലി നടക്കുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ അതിനുശേഷം അടുത്ത ഒരു ഇലക്ഷനോട് കൂടിയിട്ട് ഇത് ഹോപ്പ്ഫുള്ളി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ 15 വർഷ കാലത്തേക്കൊക്കെയാണ് ഈ വുമൻ റിസർവേഷൻ ബില്ല് വന്നു കഴിഞ്ഞാൽ പ്രബലത്തിൽ ഇരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്വതന്ത്രവും നീതിപൂർവകമായ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിന് അനിവാര്യമാണ് അല്ലേ. അതല്ലാണ്ട് ഇലക്ഷൻ പാർട്ടിക്കാരെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പാർട്ടിക്കാർ കൺട്രോൾ ചെയ്ത് ആ ഒരു രീതിയിലാണെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പ്രൊസീജിയറെ വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നീതിപൂർവകമായിട്ടൊക്കെ വേണം നമ്മുടെ ഇലക്ഷൻ നടക്കാൻ. അപ്പോൾ അതിനുള്ള ഭരണഘടനാപരമായ നടപടികളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഭരണഘടന, നമ്മുടെ നിയമപുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വോട്ടവകാശത്തെക്കുറിച്ചും സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ചും ഇലക്ഷൻ കമ്മീഷനൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. സോ ആ വകുപ്പുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് ഭരണഘടനയുടെ 326 വകുപ്പ് പ്രസ്താവിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ നമ്പർ ഓർത്തു വയ്ക്കുക.
ഒരു നിശ്ചിത വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം നൽകുന്നതിനാണ്. സോ വാട്ട് ഇസ് മീൻ ബൈ ദിസ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്? അതെന്ന് വെച്ചാൽ സാർവത്രിക വോട്ടവകാശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു നിശ്ചിത വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും. അപ്പോൾ ആ ഒരു നിശ്ചിത വയസ്സ് എത്രയാണ്? ആ ഒരു നിശ്ചിത വയസ്സ് 1989 വരെയാണെങ്കിൽ 21 വയസ്സ് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കായിരുന്നു വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ 1989 61 ഭരണഘടനാ ഭേദഗതിയോടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ്. രാജീവ് ഗാന്ധി ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു അമെൻമെൻ്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ 21 നിന്ന് 18 കുറച്ച് അമെൻമെൻറ്റ് നമ്പർ എന്താണ്? 61 1989. അപ്പോൾ അതിനുശേഷം 18 വയസ്സായ ആൾക്കും എല്ലാ പൗരന്മാർക്കും അവരുടെ ജാതിയോ മതമോ വർഗമോ ഒന്നും വിഷയമല്ല, എല്ലാ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. സോ ഇതാണ് പ്രായപൂർത്തി വോട്ടവകാശം 326 വകുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ കേസിലാണെങ്കിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ 35 വയസ്സിന് മുകളിലായിരിക്കണം. അതുപോലെ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ആണെങ്കിൽ ഒരു വ്യക്തിക്ക് 25 വയസ്സ് പ്രായമെങ്കിലും ഉണ്ടായിരിക്കണം. രാജ്യസഭയിലേക്കാണെങ്കിൽ 30 വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോരോ കണ്ടീഷൻസ് വ്യത്യാസമുണ്ട് അല്ലേ? പിന്നെ കുറച്ച് കണ്ടീഷൻസ് വേറെ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവകാശത്തിൽ വരുമാനം, വിദ്യാഭ്യാസം, വർണ്ണം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല. എങ്കിലും ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് കാലാകാലങ്ങളിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന നിയമപ്രകാരമുള്ള അയോഗ്യത ഉണ്ടായിരിക്കും. സോ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ, ഔദ്യോഗിക ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം പലപ്പോഴും കൂടുതൽ മിസ്റ്റേക്സ് വരാറുള്ളത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ ഫംഗ്ഷൻസും അതുപോലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണറുടെ ഫംഗ്ഷൻസും ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് തമ്മിലാണ് ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും തെറ്റിപ്പോവാറുള്ളത്. ഓരോന്നിൻ്റെയും ഫംഗ്ഷൻസ് ഇപ്പോൾ സംസ്ഥാന നിയമസഭകളിലേക്കും അതുപോലെ ലോക്സഭയിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോണമസ് ആണ്, നോൺ ഓട്ടോണമസ് ആണെന്നുള്ള രീതിയിലൊക്കെ എക്സാം ഹാളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ വാക്കൊക്കെ സ്ട്രെസ് ചെയ്ത് നോക്കുക. കാരണം സ്വതന്ത്ര സ്ഥാപനമായിരിക്കണമല്ലേ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സ്വതന്ത്ര സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പിന്നെ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 324 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടനയും അധികാരവും പ്രതിപാദിക്കുന്നത്. സോ തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനം, മേൽനോട്ടം, നിയന്ത്രണം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കടമകൾ? സംവിധാനം, മേൽനോട്ടം, നിയന്ത്രണം. ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ബാക്കിയെല്ലാം. തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. മേൽനോട്ടം, ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുക, എന്തെങ്കിലും അങ്ങനെയുള്ള കൺട്രോളുകൾ. ഇനി ഇലക്ഷൻ പ്രൊസീജിയറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളത്, റീപോളിംഗ് ആവശ്യമാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനാണ്. സോ ഇനി ആരാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയിൽ പരമോന്നത സ്ഥാനം നൽകിയിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അതും അപ്പോയിൻറ്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. ഓക്കെ, അതും അപ്പോയിൻറ്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പം ഇപ്പം നമുക്കറിയാം, നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഠിക്കുമ്പോൾ 3 പേരുടെ പേരുകൾ പഠിക്കുന്നുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് പഠിക്കുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 പേരുടെ പേരും പഠിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 പേരുണ്ടായിരുന്നില്ല നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ. ഒരൊറ്റ ആൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. 1950 മുതൽ 89 വരെ ഏകാംഗ കമ്മീഷനായിരുന്നു. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഒരാളാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 89 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ പ്രസിഡന്റ് നിയമിച്ച് അംഗമാക്കി. അപ്പം നമുക്ക് ഇലക്ഷനൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് മലയാളം നോക്കുകയാണെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. 1950 ജാനുവരി 25, കാരണം ഈ ജാനുവരി 25 നമ്മൾ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഭരണഘടനയ്ക്ക് അനുസൃതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായി.
2001 അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലെയും പാർലമെന്റിലെയും നിയമസഭകളിലെയും ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഓഫീസുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മുഴുവൻ പ്രക്രിയയുടെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും ഒക്കെ ആരാണ്? ഈ ഒരു കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. ഇനി 89 ഇതാദ്യമായിട്ട് 2 കമ്മീഷണർമാരെ നിയമിച്ചു. പക്ഷേ അത് 90 വരെ ആയപ്പോഴേക്കും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് 3 കമ്മീഷണർമാരായിട്ട് മാറുന്നത് 1993 ഒക്ടോബർ 1 മുതലാണ്. ഓക്കെ, ബഹുഅംഗ കമ്മീഷൻ എന്നൊരാശയം തീരുമാനം എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭൂരിപക്ഷ വോട്ടിലൂടെ തീരുമാനം എടുക്കാനുള്ള അധികാരം. ചീഫ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടെങ്കിലും തീരുമാനമൊക്കെ എടുക്കുന്നത് അയാളുടെ അഭിപ്രായം കൊണ്ടല്ല, എല്ലാവർക്കും ഒരേ അഭിപ്രായം, അതായത് ഭൂരിപക്ഷം നോക്കിയിട്ടാണ്, ഭൂരിപക്ഷ വോട്ടിലൂടെയാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി കമ്മീഷണർമാരുടെ നിയമനവും കാലാവധിയും. സോ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, 6 വർഷത്തെ കാലാവധി അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. സോ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ലഭിക്കുന്ന ശമ്പളവും ആ ആനുകൂല്യങ്ങളും ചെയ്യുന്നു സുപ്രീം കോടതി ജഡ്ജി. അപ്പം ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒക്കെ ആരുടെ ഈക്വലൻ്റ് ആണ്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ. കാരണം ശമ്പളവും അലവൻസും ഒക്കെ അവരുടെ പോലെ തന്നെയാണ്. ഓൾസോ ഇവരെ റിമൂവ് ചെയ്യുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. എങ്ങനെയാണ് സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത്? അതായത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, ഇൻകപ്പാസിറ്റി അങ്ങനെയുള്ള കേസിലൊക്കെയാണ് അവരെ റിമൂവ് ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ. അതേ രീതിയിൽ തന്നെയാണ്, അതേ പ്രോസസ്സിലൂടെ തന്നെയാണ് അതായത് റിമൂവ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം വഴിയാണ്, വോട്ട് വഴിയാണ് റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ റിമൂവൽ എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ മാത്രമാണ് ഇംപീച്ച്മെൻറ്റ് എന്നൊരു ടേം നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. അതും കൂടെ അറിഞ്ഞിരിക്കാം. സോ ഇനി വോട്ടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഒരു പേര് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സ്വീപ്പ് എന്നാണ് പേര്. എന്താണ് സ്വീപ്പ് എന്നുള്ളതാണ് പേര്. സ്വീപ്പ് എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ. എഡ്യൂക്കേഷൻ അതിനെക്കുറിച്ചിട്ടൊക്കെ ബോധവൽക്കരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, വോട്ടർ രജിസ്ട്രേഷനിലൂടെയും പോളിംഗ് ശതമാനത്തിലൂടെയൊക്കെ തിരഞ്ഞെടുപ്പ് പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, ധാർമ്മികതയും അറിവുള്ളതുമായ വോട്ടിംഗ് എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സ്വീപ്പ് എന്നുള്ളൊരു പ്രോഗ്രാം തുടങ്ങിയേക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണിത്. ബഹുമാനപ്പെട്ട കമ്മീഷനും കൂടെ നമുക്ക് പരിചയപ്പെടാം. ശ്രീ രാജീവ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. 2020 മുതൽ 25ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അപ്പോൾ ആദ്യം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ശ്രീ സുകുമാർ സെൻ ആണ്. ആദ്യത്തെ വ്യക്തിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ ശ്രീ രാജീവ് കുമാറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 2 പേരാണ്, ശ്രീ ജ്ഞാനേഷ് കുമാറും ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും. ഓക്കെ, ശ്രീ ജ്ഞാനേഷ് കുമാറും ഡോക്ടർ സുഖ്ബീർ സിന്ധുവാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഉള്ളതെന്നും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പേരുകളാണ് ഈ പേരുകൾ. ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. സോ നമ്മൾ പറഞ്ഞു ഇപ്പം 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത് അല്ലേ. അപ്പോൾ മുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരെ ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് പ്രസിഡന്റ് ചെയ്യുന്നത് ലോക്സഭയിൽ ഉണ്ടായിരുന്നു, എന്നാൽ അത് എടുത്തു കളഞ്ഞു. ഓക്കെ, അപ്പം ഇപ്പം എന്തായാലും 543 മണ്ഡലങ്ങളാണുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാം എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഏക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് ഒറ്റ മണ്ഡലം മാത്രമുള്ള സംസ്ഥാനങ്ങളുണ്ട്, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അതല്ല പറയുന്നത് സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? ആകെ 3 എണ്ണമാണുള്ളത്. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ജമ്മു കാശ്മീർ റീസെൻ്റ് ആയിട്ട് അവിടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ജമ്മു കാശ്മീരിൽ എത്ര മണ്ഡലങ്ങളാണ്? ഇനി ലഡാക്ക് 2 യൂണിയൻ ടെറിട്ടറീസ് ആണ് അല്ലേ, ജമ്മു കാശ്മീർ ലഡാക്കാണ്. സോ ജമ്മു കാശ്മീരിൽ എത്ര മണ്ഡലങ്ങളാണുള്ളത്, അതുപോലെ ലഡാക്കിൽ എത്ര എണ്ണമാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. പല സൈറ്റ്സും നിങ്ങൾ നോക്കി പഠിക്കുമ്പോൾ ചിലപ്പം പഴയ ഇൻഫോർമേഷൻ കെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് അപ്ഡേറ്റ് ചെയ്ത് പോവുക. പഴയ റാങ്ക് ഫയൽ അല്ലെങ്കിൽ പഴയ ബുക്ക് നോക്കി പഠിക്കുന്നവർ ജമ്മു കാശ്മീരിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി അത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നല്ലതായിരിക്കും. സോ
അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എത്ര നമ്പർ ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിലോട്ടൊന്ന് പോവാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള 20 നമുക്ക് സീറ്റ് എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും അതറിയാത്തവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞ പോലെ ജമ്മു കാശ്മീരിന് 5 സീറ്റാണ്. ഓക്കെ, ജമ്മു കാശ്മീരിന് 5 സീറ്റുകളാണുള്ളത്. ലഡാക്കിന് 1 സീറ്റാണ്. ഓക്കെ, അപ്പോൾ മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 സീറ്റുകളായിരുന്നു ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ജമ്മു കാശ്മീർ ലഡാക്ക് അങ്ങനെ സ്പ്ലിറ്റ് വന്നതിന് ശേഷം 5 സീറ്റുകളാണ് ജമ്മു കാശ്മീർ. ഇനി ഏറ്റവും കൂടുതൽ ഏതാണ്? ഏറ്റവും കൂടുതൽ 80 ആണ് അല്ലേ. 80 സീറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സെക്കൻഡ് പൊസിഷൻ വരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, രണ്ടാമതായിട്ട് വരുന്നതാണ് മഹാരാഷ്ട്രയ്ക്ക് 48 സീറ്റുകളാണ്. അപ്പോൾ 1, 2, 3 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. ഉത്തർപ്രദേശ് 80 സീറ്റ്, മഹാരാഷ്ട്ര 48 സീറ്റ്, വെസ്റ്റ് ബംഗാൾ 42 സീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഏതാണ് ഓർഡർ ചെയ്യാനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇലക്ഷനും കൂടി ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമ്മൾ പറഞ്ഞു ഓരോ സംസ്ഥാനങ്ങൾക്ക് 1 സീറ്റ് ഉള്ളതുണ്ട്, യൂണിയൻ ടെറിട്ടറീസിനുണ്ട്. പക്ഷേ കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത് സംസ്ഥാനങ്ങളാണ്. അങ്ങനെ 3 സംസ്ഥാനങ്ങൾക്കാണ് ഒറ്റ സീറ്റുള്ളത്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ മിസോറാം, നാഗാലാൻഡ്, പിന്നെ സിക്കിം. ഓക്കെ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ബാക്കി ഇപ്പോൾ പുതുച്ചേരിയൊക്കെ ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണ് അല്ലേ. സോ സിക്കിം, മിസോറാം, നാഗാലാൻഡ് ആണ് ഒറ്റ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. സിമിന എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ഉണ്ട്, കോഡ് സിമിന, അതായത് സിക്കിം, മിസോറാം, നാഗാലാൻഡ്. അപ്പം ലോക്സഭയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് രാജ്യസഭയുടെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, ഇലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കൊരു കാര്യം കൂടെ അപ്പം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾ, നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് നാഷണൽ പാർട്ടീസ്? അപ്പോൾ നാഷണൽ പാർട്ടി ആവാന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. നാഷണൽ പാർട്ടി ഉണ്ട്, സ്റ്റേറ്റ് പാർട്ടി ഉണ്ട്, ഓരോന്നാവുന്നതിന് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് പാർട്ടികൾക്ക്, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനൊക്കെ റീസെൻ്റ് ആയിട്ട് ഈ നാഷണൽ പാർട്ടി എന്നുള്ള പദവിയൊക്കെ നഷ്ടപ്പെട്ടു. കാരണം ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിലവിലെ 6 പാർട്ടികളാണ് ഇന്ത്യയിൽ നാഷണൽ പാർട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 പാർട്ടികളാണ്. അപ്ഡേഷൻ വരുന്നുണ്ട്, ഇലക്ഷനൊക്കെ നടക്കുന്നുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണിത്. അപ്പം ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, CPI-M ആണ്, CPI അല്ല, രണ്ടും രണ്ടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഇങ്ങനെ 6 ആണുള്ളത്. അപ്പം തൃണമൂലൊക്കെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും എന്നൊക്കെ ചിലപ്പം തോന്നുകയാണെങ്കിൽ അതിന് റീസെൻ്റായിട്ട് പദവി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് അറിഞ്ഞിരിക്കുക. സോ ആം ആദ്മി പാർട്ടി ഇത് ഓരോന്നിൻ്റെയും തിരഞ്ഞെടുപ്പ് ചിഹ്നം സ്ഥാപിച്ച നേതാവൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ സ്ഥാപിച്ച നേതാക്കന്മാരിൽ ചിലപ്പം എക്സ്ട്രാ ആൾക്കാരുടെ പേരുകളൊക്കെ പല സ്ഥലത്തും കാണുന്നുണ്ട്. മെയിനായിട്ടുള്ള ലീഡേഴ്സിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സോ 2012 ആം ആദ്മി പാർട്ടി സ്ഥാപിക്കുന്നത്. 2012 അരവിന്ദ് കെജ്രിവാളാണ് അതിൻ്റെ നേതാവ്. ബഹുജൻ സമാജ് പാർട്ടി, BSPയുടെ ചിഹ്നം എന്താണ്? ആനയാണ്. ഓക്കെ, തിരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ്. ആം ആദ്മി പാർട്ടിയുടെ ചൂലാണ്, ഇതിൻ്റെ ആനയാണ്. 1984 കൻഷിറാമാണ് നേതാവ് സ്ഥാപിക്കുന്നത്. ബഹുജൻ സമാജ് പാർട്ടി, BSP. BJP, ഭാരതീയ ജനതാ പാർട്ടി. സോ BJPനെ കുറിച്ച് പറയുമ്പോൾ ഭാരതീയ ജനസംഘമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് 1980 ഇതിൻ്റെ മുൻഗാമിയൊക്കെ ആയിട്ട്. ഓക്കെ, പിന്നീടാണ് 1980 ഭാരതീയ ജനതാ പാർട്ടി ആയിട്ട് മാറുന്നത്. സോ അതിൻ്റെ നേതാക്കന്മാരാണ് അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി എന്നൊക്കെ പറയുന്നത്. അതല്ലാണ്ട് ജനസംഘമാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജിയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ. ഓക്കെ, അപ്പം 1980 BJP സ്ഥാപിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേതാക്കൾ അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി. പക്ഷേ മറ്റു പേരുകളൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ചിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക. CPI-M 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് രൂപപ്പെടുന്നത് EMSൻ്റെയും ജ്യോതി ബസുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ്. EMS നമ്പൂതിരിപ്പാട്, ജ്യോതി ബസുവിൻ്റെ ഒക്കെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 1964 അരിവാൾ ചുറ്റിക നക്ഷത്രം സിമ്പിളായിട്ടുള്ള CPI-M സ്ഥാപിതമാവുന്നത്.
അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC. നമുക്ക് ഹിസ്റ്ററിയിലും പഠിക്കാനുള്ളതാണ്. 1885 INC സ്ഥാപിക്കുന്നത് AO ഹ്യൂമാണ്, അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്. 1885 കൈപ്പത്തിയാണ് സിമ്പിളായിട്ടുള്ളത്. നാഷണൽ പീപ്പിൾസ് പാർട്ടി NPP 2013 സ്ഥാപിക്കുന്ന ഈ ഒരു പാർട്ടി PA സാക്മയാണ് ഇത് സ്ഥാപിതമാവുന്നത്. ബുക്കാണ് ഇവരുടെ സിമ്പിൾ. എന്താണ്? ബുക്കാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പരിചിതമല്ലാത്ത സിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. CPIM ആണ്, CPI അല്ല. അത് മാറരുത്, കൺഫ്യൂഷൻ വേണ്ട. പിന്നെ റീസെൻ്റ് ആയിട്ട് തൃണമൂലൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. NPP ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. NCP അല്ല പാർട്ടികൾ. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കണം. ആം ആദ്മി പാർട്ടി, BSP, BJP, CPIM, INC, NPP ഓരോന്നിൻ്റെയും സ്ഥാപിച്ചേക്കുന്ന വർഷവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാരും അവരുടെ സിമ്പലും. സോ നമ്മൾ പറഞ്ഞു എല്ലാ പാർട്ടികൾക്കൊന്നും ദേശീയ പാർട്ടി ആവാനായിട്ട് പറ്റില്ല അല്ലേ, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ വ്യവസ്ഥകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യവസ്ഥകളിൽ 3 വ്യവസ്ഥകളുണ്ട്. ഇതിൽ ഏതിലെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് ഇലക്ട്രൽ കമ്മീഷൻ, ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു പ്രസ്തുത പാർട്ടിയെ നാഷണൽ പാർട്ടി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസും നമുക്ക് നോക്കാം. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അഥവാ റെക്കഗ്നൈസ്ഡ് പാർട്ടിയാണ്. ഓക്കെ, 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ റെക്കഗ്നൈസ്ഡ് പാർട്ടി ആയിട്ടുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഐദർ ഇതായിരിക്കാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ആം ആദ്മി പാർട്ടി ഈ ഒരു കണ്ടീഷനാണെന്ന് തോന്നുന്നു സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്. എനിവേസ്, സോ അതാണ് ഒരു കണ്ടീഷൻ. ഇനി അതല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും ഓക്കെ, കുറഞ്ഞതാണ്, ഏറ്റവും മിനിമമാണ്. മാക്സിമം എത്രയുണ്ടോ അത്രയും നല്ലതില്ലേ, പാർട്ടിയുടെ അത്രയും പവർഫുൾ ആയിരിക്കും. അങ്ങനെ 4 സംസ്ഥാനങ്ങളിലെങ്കിലും, അതായത് ഏറ്റവും പുതിയതായിട്ട് നടന്ന ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൊത്തം സാധുതയുള്ള വോട്ടിൻ്റെ 6% നേടിയിട്ടുണ്ടായിരിക്കണം. പ്ലസ്, ഓക്കെ, ഇവിടെ പ്ലസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 4 MP ഉണ്ടായിരിക്കണം. സോ ഈ കണ്ടീഷൻ നമ്പേഴ്സുകളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഒന്നെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ഇലക്ഷനിലായിരിക്കണം ഇത്. കാരണം അങ്ങനെ അവർക്ക് അത്രയും സീറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പല പാർട്ടികൾക്കും ഇപ്പോൾ ഈ ഒരു പദവി നഷ്ടപ്പെടുന്നത്. ഇതിൽ ചേഞ്ചസ് വരുന്നത് ശ്രദ്ധിക്കണം. നിലവിലാണ് 6 പാർട്ടി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ 4 സംസ്ഥാനങ്ങളിൽ മൊത്തം വോട്ടിൻ്റെ 6% എങ്കിലും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പായിരിക്കാം. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 4 MP ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് മൊത്തമാണ് മറ്റൊരു കണ്ടീഷൻ. ഇനി അതൊന്നും അല്ലെങ്കിൽ അടുത്തൊരു കണ്ടീഷൻ, കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോക്സഭയിലെ മൊത്തം സീറ്റിൻ്റെ 2% നേടിയിരിക്കണം. 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോക്സഭയിലെ സീറ്റിൻ്റെയാണ്. ഓക്കെ, ലോക്സഭയിലെ സീറ്റിൻ്റെ മൊത്തം സീറ്റിൻ്റെ 2% നേടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷനാണ് ഇന്ത്യയിൽ നാഷണൽ പാർട്ടി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്നും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ മറ്റ് കമ്മീഷണർമാരും 6 വർഷമോ 65 വയസ്സ് വരെയാണ് ജോലിയിൽ തുടരാനായിട്ട് പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്ര പദവിയാണുള്ളതെങ്കിലും പെരുമാറ്റ ദൂഷ്യമോ ശാരീരികമോ മാനസികമോ ആയ അയോഗ്യത തെളിയിക്കപ്പെട്ടാൽ, അപ്പോൾ ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ ഇലക്ഷൻ കമ്മീഷണർമാരെ മാറ്റാനായിട്ടുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. രാഷ്ട്രപതിക്ക് ഇവർ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രപതിയാണ് റിമൂവ് ചെയ്യുന്നത്. പാർലമെൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ അവരെ പുറത്താക്കാവുന്നതാണ്. സോ നിർവാചൻ സദനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഡൽഹിയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർവാചൻ സദൻ ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്കറിയാം, ഇനി സ്റ്റേറ്റുകളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരാൾ വേണമല്ലേ. ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്. സോ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാരാണ്, ഇന്ത്യയുടെ ആൾക്കാരാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് വേറെ ബോഡിയാണ്. അവരുടെ ഫങ്ഷൻസും പ്രവർത്തനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അത് രണ്ടിൻ്റെയും വ്യത്യാസം അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ ചീഫ് ഇലക്ട്രൽ ഓഫീസർ നിലവിൽ കേരളത്തിന് വേണ്ടിയിട്ടുള്ള, ഒരു സംസ്ഥാനത്തിനും ഉണ്ടല്ലോ ഓഫീസർ, കേരളത്തിന് വേണ്ടിയിട്ടുള്ളത് സഞ്ജയ് കൗളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മനസ്സിലാക്കിയുള്ളൂ. ഇനി കമ്മീഷൻ്റെ ചുമതലകൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്.
സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ നോക്കി നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മെയിനായിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പാർലമെൻറ്റ്, നിയമസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവയുടെ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുക, നടത്തുക ചെയ്യുന്നു. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, അപ്പം മേൽനോട്ടം വഹിക്കുക, നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇനി പുതുക്കലും അതിൻ്റെ തിരഞ്ഞെടുപ്പിന് ആവശ്യമായ മാറ്റമൊക്കെ വരുത്തുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ തുടങ്ങിയവർക്കുള്ള പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ നാഷണൽ പാർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവരൊക്കെ അംഗീകരിക്കുന്നത് ആരാണ്? സംസ്ഥാന പാർട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് സംസ്ഥാനമൊന്നുമല്ല. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അലോട്ട് ചെയ്യുന്നതും ആരാണ്? ഗവൺമെൻറ് ഒന്നുമല്ല. ഇതൊക്കെ ചെയ്യുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനാണ്. സുഗമമായ നടത്തിപ്പിനാവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നതിന് രാഷ്ട്രപതിയോടും സംസ്ഥാന ഗവർണർമാരോടും അപേക്ഷിക്കുന്നു. അതായത് പറയുന്നു, സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും, ഇത്രയും പവർഫുൾ ആണ്. ഓക്കെ, തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും ഒക്കെ കമ്മീഷൻ അധികാരമുണ്ട്. അതുകൊണ്ടാണ് സ്വതന്ത്ര പദവിയുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, നമ്മുടെ ഭരണഘടനയിലടക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭരണഘടനാ പദവിയുള്ള ഒരു ബോഡിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കായാലും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്നു. തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ വീഴ്ച വരുത്തുന്ന മത്സരാർത്ഥിയെ അയോഗ്യനാക്കുന്നു. ഇതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇവിടെ ഇനി പറയുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണത്തിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ്, അതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. സോ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടുള്ള സജഷൻസ് ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രയധികം ഇമ്പോർട്ടൻസ് ഇല്ല. സോ എനിവേസ്, തെരഞ്ഞെടുപ്പ് ചെലവുകൾ സർക്കാർ വഹിക്കണം. കുറ്റവാളികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് പാടില്ല. ഇന്ത്യയിൽ FTTP മാറ്റിയിട്ട് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലേക്ക് മാറണം. കാരണം ആനുപാതിക സീറ്റ് ലഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ TN സെഷനെ സംബന്ധിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം, TN സെഷനാണ് മലയാളിയായിട്ട് ആദ്യമായിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവുന്ന മലയാളി. അതുകൂടാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ വനിത, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് VS രമാദേവി. ആദ്യത്തെ വ്യക്തി നമ്മൾ പറഞ്ഞു സുകുമാർ സെൻ. ആദ്യ വനിത VS രമാദേവി. ആദ്യ മലയാളി TN ശേഷാനാണ്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തിയാണ് കല്യാൺ സുന്ദരമായിട്ട് ഇങ്ങനെ ഇരുന്നു കുറച്ചധികം കാലം എന്ന് ആലോചിച്ച് വെക്കാം. അപ്പം നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് രാജീവ് കുമാറാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ. ഇതിനോടനുബന്ധിച്ച് നാഷണൽ പാർട്ടീസ്, ലോക്സഭ ഇലക്ഷൻ, കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇലക്ഷനും കൂടെ നടക്കുന്നത് കൊണ്ട് ഇനിയും ഇതിനെക്കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ജൂണിൽ വരും. അപ്പോൾ ഈ ഒരു കറണ്ട് ഇലക്ഷനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് മറ്റൊരു ക്ലാസ് ചെയ്യാം. ഈ ഒരു വീഡിയോ എഫക്റ്റീവാണ്, പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ NCERTനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സും കൂടി ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. ഇനിയും മറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. മറ്റ് ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. സോ ഇഫ് യു വോണ്ട് സച്ച് ക്ലാസ്സസ് പ്ലീസ് ഡു കമൻറ്റ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.